2022 15 കോടിയായിരുന്നു AFFന്റെ നെറ്റ് ലോസ് എന്നുള്ളത്. ഇന്ത്യൻ വംശകരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് കളിക്കാൻ വിളിച്ചാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം, എന്താണ് പ്രശ്നം? ഇങ്ങനെ കുറെ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കാണും. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്? ഈ പ്രസന്റ് സിറ്റുവേഷൻ അറിയണമെങ്കിൽ നമ്മളങ്ങ് പാസ്റ്റിൽ എന്ത് നടന്നത്, പാസ്റ്റ് എങ്ങനെയാണ് പ്രസന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. ഒരു കാര്യം ഉറപ്പ് പറയാം, അത്യാവശ്യം ബോറില്ലാതെ തന്നെ ഞാൻ ഹിസ്റ്ററി ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നൈസായിട്ട് തന്നെ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, 144 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, ഒരു 11 പേരെ കളിപ്പിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുകയില്ലേ എന്നുള്ളത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ശരിയാണ്. കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ അത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് പോലും നല്ല ക്വാളിറ്റി പ്ലേസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഇത്രത്തോളം വലിയ രാജ്യത്ത് നിന്ന് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ആകാത്തത്? ഇനി അങ്ങനെ പ്രൊഡ്യൂസ് ആയില്ലെങ്കിൽ തന്നെ ഖത്തറോ ശ്രീലങ്കയോ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഒക്കെ കാണിക്കുന്ന പോലെ ഇന്ത്യൻ ഒറിജിൻ കുറെ രാജ്യത്ത് നമ്മൾ തന്നെ ഒറിജിൻ പ്ലേയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പോ കൊടുത്താൽ ഈ ഒരു പ്രശ്നം തീരില്ലേ? അങ്ങനെ മില്യൺസ് ഓഫ് ക്വസ്റ്റിന് ഈ ആരാധകർക്ക് ചോദിക്കാനുമുണ്ട്. വീഡിയോ ഡീപ്പാക്കി എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 100K എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മെമ്പേഴ്സിന്റെ ആവശ്യമുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. ആസ് വി നോ, ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി. അതെ, ഇഷ്ടം പോലെ കൾച്ചേഴ്സ്, ഇഷ്ടം പോലെ ലാംഗ്വേജസ്, ഇഷ്ടം പോലെ റിലീജിയൻസും അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും നിറഞ്ഞൊരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. ഈ ഫുട്ബോൾ എന്നൊരു സംഭവം ഇന്ത്യയിൽ തുടങ്ങുന്ന എവിടെയാണ്? അതങ്ങ് 90s തന്നെയാണ്. സോ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ പാസ്റ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഒരു ഹിസ്റ്ററി ക്ലാസ് ഒന്നും ഞാൻ എടുക്കാനില്ല. ജസ്റ്റ് മൂമെന്റ്സ് എന്ന് വെച്ചാൽ AFFന്റെയും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിന്റെയും ചരിത്രത്തിൽ തന്നെയുള്ളത് ഏറ്റവും നല്ല മൂമെന്റ്സും ഏറ്റവും ചീത്ത മൂമെന്റ്സും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നല്ല മൂമെന്റ്സ് തീരെ കുറവാണ്, ചീത്ത മൂമെന്റ്സ് ഇഷ്ടം പോലെയുണ്ട്. സോ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. 19th മിഡ് സെഞ്ചുറിയിലായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഫുട്ബോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 1888 ഡ്യൂറൻ കപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് ഫുട്ബോൾ ഒന്ന് പോപ്പുലർ ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇന്ത്യൻസിന് ഫുട്ബോൾ കളിക്കാം, ഫുട്ബോൾ എന്നൊരു ഗെയിം ഉണ്ടെന്നൊരു ഐഡന്റിറ്റി ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മോഹൻ ബഗാൻ തന്നെയായിരുന്നു. IFA ഷീൽഡ് മോഹൻ ബഗാൻ നേടിയോടെ ഇന്ത്യൻ ഫാൻസിനിടയ്ക്ക് ഫുട്ബോൾ ഭയങ്കര രീതിയിൽ തന്നെ പോപ്പുലർ ആകാൻ തുടങ്ങി. ഈ ഒരു വിജയത്തോടെ തന്നെ ഇന്ത്യയിൽ തന്നെ മുസ്ലിംസിനെയും ഹിന്ദുസിനെയും ഒക്കെ ഇടയ്ക്കുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങും യൂണിറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ IFA ഷീൽഡ് നേടിയ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഫ്രീഡത്തെ പോലും എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മൊമെന്റിന് പോലും ഭയങ്കര ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആണ് കഥാനായകൻ ജനിക്കുന്നത്. ആരാണ്? AIFF. ഈ AFFന്റെ കുറെ കാര്യങ്ങൾ ഞാൻ വായിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞ കണ്ണീന്ന് വെള്ളം വന്നു പോകും. ഞാൻ പറഞ്ഞുതരാം, വീഡിയോ മുമ്പോട്ടാണല്ലോ. ജൂൺ 23, 1937 നമ്മുടെ AFF എന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫിഫയുടെ ഒരു ഭാഗമായത് 1948 എന്ന് വെച്ചാൽ ഏകദേശം 10 വർഷത്തിന് ശേഷം ഇവിടുന്ന് ഒരു സിഗ്നൽ ഇട്ട് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തുമാത്രം സ്ലോ പ്രോസസ്സിംഗ് ആണ് നമ്മളെന്നുള്ളത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ AFCയിൽ 1954 നമ്മുടെ AFF ഭാഗമായി. സോ AFFന്റെ രൂപം അവിടെ നിന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ നല്ല കാലം അല്ലെങ്കിൽ ഗോൾഡൻ ഡേയ്സ് എന്നൊക്കെ നിങ്ങൾ കുറെ കേട്ടിട്ടാണല്ലോ. ഈ നല്ല ഹിസ്റ്ററി ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ആ ഒരു നല്ല ഹിസ്റ്ററി ഒന്ന് ഷോർട്ട് ആക്കി പറഞ്ഞുതരാം. 1948 ഒരു ലണ്ടൻ ഒളിമ്പിക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒളിമ്പിക്സ് എന്നൊരു സംഭവം നമ്മുടെ ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പല ഈവൻസും അല്ലെങ്കിൽ പല മൊമെന്റ്സും ഈ ഒളിമ്പിക്സിന് വേണ്ടി നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുമുണ്ടായിരുന്നു. പറഞ്ഞു വന്ന് 1948 ലണ്ടൻ ഒളിമ്പിക്സിന് വേണ്ടി ഇന്ത്യ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രാൻസുമായി നമ്മൾ ഏറ്റുമുട്ടി 2-1 സ്കോറിൽ നമ്മൾ തോറ്റുപോയി. ഓക്കെ, ഫ്രാൻസിനെതിരെ 2-1 തോൽവി. അതും നമ്മൾ ബെയർ ഫുട്ടോടെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബൂട്ടില്ലാതെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾ വേൾഡ് നമുക്ക് നല്ലൊരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ, ഇന്ത്യൻസ് ഓഫ് പ്ലേഡ് അഗൈൻസ്റ്റ് ഫ്രാൻസ്, നമ്മൾ ഫ്രാൻസിനെതിരെ കളിച്ചു, ഒരു ധീര തോൽവി നമ്മൾ ഏറ്റുവാങ്ങി, അതും ബൂട്ടില്ലാതെ കളിച്ച്, അങ്ങനെ ഒരു ഇമേജ് ഇന്ത്യക്ക് ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1948 ശേഷം 1950 to 1960 ഇന്ത്യയിലെ ഗോൾഡൻ ഡേയ്സ് എന്ന് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആരെങ്കിലും മൈദാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അജയ് ദേവ്ഗണിന്റെ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് തന്നെയാണ്. ശരിക്കും ഈ സിനിമ കണ്ടാൽ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഈ വീഡിയോ ഇപ്പോൾ നിർത്താമല്ലോ കേട്ടോ, നമുക്ക് ഇച്ചിരി അഡീഷണൽ കാര്യം പറയുന്നുണ്ട്. സ്റ്റിൽ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. ശരി, അത് എങ്ങനെ ആ സിനിമ ഒരു അണ്ടർ റേറ്റഡ് ആയി പോയി അല്ലെങ്കിൽ എങ്ങനെ ഫ്ലോപ്പ് ആയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. സെയ്ദ് അബ്ദുൾ
റഹീം എന്നൊരു കോച്ചിന്റെ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് കാണും. ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്മെന്റിൽ ഇത്രത്തോളം ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോച്ച് വേറെ ഇല്ല. സോ അദ്ദേഹമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഹിസ്റ്ററി അറിയാവുന്നവർക്കറിയാം, എപ്പോഴും ഒരു ഫോക്കസ് അല്ലെങ്കിൽ നാഷണൽ ടീം സെലക്ഷന് പോലും കൊൽക്കട്ടൻ പ്ലേയേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ കൊൽക്കട്ടൻ പ്ലേയേഴ്സ് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സൈഡിൽ നിന്നും പ്ലേയേഴ്സിനെ എടുക്കണം എന്നൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്ന ഈ സെയ്ദ് അബ്ദുൾ റഹീം തന്നെയായിരുന്നു. 1951 ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡൻ മെഡൽ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു ഫുട്ബോളിൽ. ലുക്ക്, ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡൻ മെഡൽ നേടിയായിരുന്നു നമ്മുടെ ഒരു ഇറയുടെ തുടക്കം എന്നുള്ളത്. അതിനുശേഷം 1956 മെൽബൺ ഒളിമ്പിക്സിൽ നമ്മളായിരുന്നു ഫസ്റ്റ് ഏഷ്യൻ ടീം ടു ഗെറ്റ് ഇൻ ടു സെമി ഫൈനൽ. ആ ഒരു അച്ചീവ്മെന്റും ഇന്ത്യക്കായിരുന്നു ഉള്ളത്. അതിനുശേഷം 1962 നമ്മൾ ഒരു ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അത് സൗത്ത് കൊറിയ തോൽപ്പിച്ചായിരുന്നു 2-1 സ്കോറിൽ. ഈ ഒരു വിജയത്തിന്റെ തൊട്ട് തലേ ദിവസം ഒരു കഥയും കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ പ്ലേയേഴ്സ് എല്ലാം ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ടെൻഷൻ ആയതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് എല്ലാം കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ ടെൻഷൻ കാരണം അവർ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി നടക്കാൻ പോയപ്പോൾ ഒരാൾ അവിടെ നിപ്പുണ്ട്. ആരാണ്? അദ്ദേഹം സെയ്ദ് അബ്ദുൾ റഹീം ആയിരുന്നു. അദ്ദേഹം ടെൻഷൻ കാരണം ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളതായിരുന്നു. ടെൻഷൻ കൊണ്ടിരിക്കുന്ന കോച്ച് പ്ലേയേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്തു തരാമോ, എനിക്ക് നാളത്തെ മെഡൽ നേടിക്കൊടുക്കാവുന്നുള്ളത്. അത് കേട്ട് ഉറങ്ങാൻ പോയ പ്ലേയേഴ്സ് അടുത്ത ദിവസം ഗോൾഡൻ മെഡൽ സെയ്ദ് അബ്ദുൾ റഹീമിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈ ഡിഫീറ്റിംഗ് സൗത്ത് കൊറിയ 2-1 എന്ന സ്കോറിൽ. ആ ഒരു ടൈം പീരീഡ് തന്നെയായിരുന്നു PK ബാനർജി, ചുണ്ണി ഗോസ്വാമി, തുളസിദാസ് ബൽറാം ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരെ മൂന്നുപേരായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി അറിയത്തില്ല എന്ന് തന്നെയാണ്. അവർ മൂന്നുപേരും ഏകദേശം 12 ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 36 ഗോളുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു 12 ഗെയിംസിൽ നിന്ന്. അതിൽ 20 എണ്ണം ഇവരുടെ 3 പേരുടെയും കോൺട്രിബ്യൂഷൻ ആയിരുന്നു. സോ അത്രത്തോളം ഇൻവോൾവ്മെന്റ് ഇവർ 3 പേർക്കും ആ ടൈമിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു. സോ ഇന്ത്യയുടെ നല്ല കാലം ഫുട്ബോളിൽ ഏകദേശം ഇവിടം കൊണ്ട് ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. ഇനി പറയാൻ പോകുന്നത്, ഈ നല്ല കാലത്തിൽ നമ്മൾ ഫേസ് ചെയ്ത് കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ AFF ചെയ്യാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി സ്റ്റിൽ എ മിസ്റ്ററി. ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് സംഭവം നോക്കാം. 1950 എന്ന് വെച്ചാൽ ഇച്ചിരി നമ്മൾ പിന്നെയും പുറകോട്ട് വേണം. പണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രം ബ്രസീൽ. എന്ന് വെച്ചാൽ ബ്രസീൽ നടന്ന വേൾഡ് കപ്പ്, അന്ന് ഉറുഗ്വേ ജയിച്ച വേൾഡ് കപ്പ് ഇന്ത്യക്കും കളിക്കാൻ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീം പോയിട്ടില്ല. റീസൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒന്ന് നല്ല പ്രാക്ടീസ് ടൈം കിട്ടിയിട്ടില്ല, അതുപോലെ പ്ലേയേഴ്സ് സെലക്ഷനും നല്ലോണം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. ബട്ട് ശരിക്കും അതല്ലായിരുന്നു പ്രശ്നം. ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അന്ന് ബ്രസീലിലേക്ക് പോകാന്നുള്ളത് ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ 2 മാസം ഏകദേശം ഷിപ്പിൽ തന്നെ യാത്ര ചെയ്യണം. അത് പ്ലേയേഴ്സിനിടയ്ക്കും ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് 2 lakh ചെലവ് വരും. ആ സമയത്ത് നമുക്ക് ഏകദേശം ഫ്രീഡം കിട്ടിയിട്ടുള്ളായിരുന്നു. സോ ഫ്രീഡം കിട്ടിയിട്ട് 4-5 വർഷത്തിനുള്ളിൽ ഈ 2 lakh മുടക്കി ഫുട്ബോൾ ടീമിനെ ബ്രസീലിലേക്ക് അയക്കുക എന്നുള്ളത് നമുക്ക് ഫിനാൻഷ്യലി അത്ര നല്ലൊരു തീരുമാനവും അല്ലായിരുന്നു. സോ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു നമ്മൾ. അതുകൂടാതെ നമ്മൾ അന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സിനായിരുന്നു. സോ ഒളിമ്പിക്സ് ലക്ഷ്യമുള്ളപ്പോൾ വേൾഡ് കപ്പിന് AFF അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. സോ ആ വേൾഡ് കപ്പ് നമ്മൾ കളിച്ചില്ല. ബംഗാൾ ഫുട്ബോൾ അസോസിയേഷനും മഹാരാഷ്ട്ര മൈസൂർ ഫുട്ബോൾ അസോസിയേഷനോടെ ഏകദേശം 50,000 രൂപ പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒരിടത്തും എത്തിയിട്ടുമില്ലായിരുന്നു. ഈ ബെയർ ഫുട്ടായിട്ട് കളിച്ച് നമ്മൾ ജയിച്ചെന്നൊക്കെ ഭയങ്കര അഭിമാനത്തിൽ പറയുമ്പോഴും ഇതിനിടയ്ക്കും AFF എന്തുകൊണ്ടാണ് ബൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തെന്ന ചോദ്യം ഇപ്പോഴും ഉണ്ട്. കാരണം നമുക്കറിയാം, ബൂട്ടിട്ട് കളിക്കുവാണെങ്കിൽ ഷൂട്ടിന്റെ ആക്യുറസിയും ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഭയങ്കര കുറവേ വരുള്ളായിരുന്നു. ഇത് ശരിക്കും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് 1952 ഒന്ന് ആലോചിക്കുക, നമ്മൾ 1951 ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ നേടിയ ടീമായിരുന്നു. എന്നാൽ 1952 നമ്മൾ 10-1 എന്ന സ്കോറിൽ യൂഗോസ്ലാവിയക്കെതിരെ തോറ്റിട്ടുണ്ടായിരുന്നു. ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു നമ്മൾ യൂഗോസ്ലാവിയക്കെതിരെ അത്രയും വലിയൊരു മാർജിനിൽ തോറ്റിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേജർ റീസൺ ബൂട്ടില്ലാതെ തന്നെയായിരുന്നു. ബൂട്ടില്ലാതെ അവിടെ പോയി എന്ന് വെച്ചാൽ അവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. സോ തണുപ്പായ ഒരു വെതറിൽ നമ്മൾ ബൂട്ടില്ലാതെ കളിക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു പോയി. സോ എത്ര ഡോമിനേറ്റിംഗ് ടീമായിരുന്നു നമ്മൾ. അത്രയും ഡോമിനേറ്റായി കളിച്ചിരുന്ന ടീമിന് ബേസിക് ഫെസിലിറ്റി ബൂട്ട് കൊടുക്കാൻ പോലും നമുക്ക് അന്ന് സാധിച്ചിട്ടില്ലായിരുന്നു. ബട്ട് അധികം നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യൽ അത്ര ഡൗൺ ആയിരുന്നു. ബട്ട് ഈ ഒളിമ്പിക്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒളിമ്പിക്സ് ആണ് എല്ലാം എന്ന് പറഞ്ഞിരുന്നിട്ടും ഒരു ഒളിമ്പിക്സ് മത്സരത്തിന് ബാക്കി എല്ലാ ടീമും ബൂട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോൾ അത്യാവശ്യം ബൂട്ട് പോലും പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് അന്നും സാധിച്ചിട്ടില്ലായിരുന്നു. അതൊരു വിഷന്റെ തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ ഡിഫെൻഡ് ചെയ്താലും ശരിക്കും അന്നേ നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ആൻഡ് വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, സ്റ്റിൽ അത് പാസ്റ്റ് ആണ്, നമുക്ക് അങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ സോമശങ്കർ റോയ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്ബോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രൊഫഷണൽ ഗെയിം ആയിട്ടല്ല എന്നുള്ളത്. ഇത് എപ്പോഴാണ് ശരിക്കും വിസിബിൾ ആയെന്ന് അറിയോ? പണ്ട് ഇന്ത്യ ഡൊമസ്റ്റിക് ലീഗ് ഉൾപ്പെടെ എല്ലാം
കളിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ വെറും 70 അല്ലെങ്കിൽ 60 മിനിറ്റ് വരെ മാത്രമായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾ 90 മിനിറ്റ് തന്റെ ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ടീമിനുള്ള ലീഗ് മത്സരങ്ങളെല്ലാം 90 മിനിറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ മാത്രം 60-70 മിനിറ്റ് മാത്രമായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ഫൺ ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ആയിട്ടോ പ്രൊഫഷണൽ ഗെയിം ആയിട്ടോ കണ്ടിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 1956 മെൽബൺ ഒളിമ്പിക്സ് തന്നെയായിരുന്നു. അന്ന് ഇന്ത്യ ഏകദേശം 60 അല്ലെങ്കിൽ 70 മിനിറ്റ് വരെ 0-0 സ്കോറിൽ നമ്മൾ സമനിലയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ യൂഗോസ്ലാവിയ തന്നെ 3-0 സ്കോറിൽ നമ്മൾ 90 മിനിറ്റ് ആയപ്പോൾ നമ്മൾ തോൽവി വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് 60-70 മിനിറ്റ് കളിക്കുന്ന ബാച്ച് ഫിറ്റ്നസ് മാത്രമുള്ളായിരുന്നു. ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തോറ്റുപോയി ആ മത്സരം. ഈ ഒരു തോൽവി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1956 ആദ്യമായിട്ട് സെമി ഫൈനലിൽ കയറുന്ന ഏഷ്യൻ ടീം നമ്മളായിരുന്നു. സ്റ്റിൽ ഒരു നെഗറ്റീവും പോസിറ്റീവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ 90 മിനിറ്റ് ഒരു ഫുട്ബോൾ ഗെയിം എന്നൊരു അഡാപ്റ്റേഷൻ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന 1970s ഒന്ന് ആലോചിക്കുക. ബാക്കി ടീമുകൾ ഏകദേശം ഡൊമസ്റ്റിക് ലീഗ്സ് എൻ്റെ രാജ്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഇന്ത്യ ഒരു 90 മിനിറ്റ് ഒരു ഗെയിം ടൈമുള്ള ഫുട്ബോൾ എന്നൊരു തിയറി പോലും ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. സെയ്ദ് അബ്ദുൾ റഹീമിൻ്റെ ഒരു ഇറ, അല്ലെങ്കിൽ അദ്ദേഹം കോച്ചല്ല, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം 40 വർഷത്തിൽ 40 കോച്ചുമാരെ ഇന്ത്യ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കോച്ചിന് പോലും 1 ഇയർ പോലും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിനിടയ്ക്ക് തന്നെ 1980s തുടക്കത്തിൽ നമ്മൾ ഫോറിൻ കോച്ചസിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫ്രം യൂറോപ്പ്. കാരണം യൂറോപ്പ് ഫുട്ബോൾ അന്ന് ഭയങ്കരമായിട്ട് പ്രോഗ്രഷൻ അല്ലെങ്കിൽ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഇതിന് കോച്ചുമാരെ കൊണ്ടുവന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൽ വരെ പ്രോഗ്രഷൻ കാണാൻ സാധിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും ഫ്ലോപ്പ് തന്നെയായിരുന്നു. സെയ്ദ് അബ്ദുൾ റഹീം അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല കോച്ചസിനെ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. അത് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇറാനെ തോൽപ്പിച്ചാണല്ലോ അന്ന് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇറാനും ഏകദേശം ഒരേ സമയം തന്നെയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇറാൻ ഭയങ്കരമായിട്ട് അവരുടെ യൂത്ത് സിസ്റ്റത്തിലും അല്ലെങ്കിൽ കോച്ചിങ് ഫെസിലിറ്റീസിലും ഭയങ്കരമായിട്ട് തന്നെ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊരു ഭാഗമായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടൊക്കെ നോക്കുവാണെങ്കിൽ 139 പ്രോ ലൈസൻസ് ഉള്ള കോച്ചുമാരുണ്ട് അവരുടെ രാജ്യത്ത്. അതേസമയം നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ വെറും 14 പ്രോ ലൈസൻസ് ഹോൾഡിംഗ് കോച്ചസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ കമ്പാരിസൺ. ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് കുറേ പേര് ചോദിക്കുമായിരിക്കും, ഫോറിൻ കോച്ചസിനെ കൊണ്ടുവന്നാൽ പോരെ ക്ലബ് ഫുട്ബോളിലേക്ക്. എന്നാൽ ക്ലബ് ഫുട്ബോൾ മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങൾ യൂത്ത് സിസ്റ്റം നോക്കുക. ഇപ്പം നിങ്ങളൊരു ടീം ഉണ്ടാക്കി 10 പേരുണ്ട്, അവർക്ക് കോച്ചായിട്ട് ഒരു പ്രോ ലൈസൻസ് ഉള്ള ഒരാളെ കൊണ്ടുവന്നാൽ പിള്ളേർക്ക് കിട്ടുന്ന ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഒരിക്കലും ഒരു സാധാരണ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വേറെ ഒരാളോ ട്രെയിൻ ചെയ്താൽ കിട്ടില്ല. സോ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ കാര്യം നോക്കുക. ഇതൊക്കെ AFFന്റെ ഓരോ നെഗറ്റീവ് പോയിന്റ്സ് ആണ്. മാർക്ക് ചെയ്ത് പോവുക, ഇനിയും വരുന്നുണ്ട്. ഇപ്പോഴും കുറേ പേര് ചിന്തിക്കുന്നതാണ് ഈ ക്ലബ് ഫുട്ബോളിൽ ഇതൊരു ഭാഗമില്ലേ. കാരണം ക്ലബ് ഫുട്ബോൾ ഈ നല്ല കോച്ചസും പ്ലേയേഴ്സിനെ ഉണ്ടാക്കുവാണെങ്കിൽ നാഷണൽ ഫുട്ബോളിലും ഹെൽപ്പ് ചെയ്യത്തില്ലേ, ISL ഒക്കെ അതിൻ്റെ ഭാഗമല്ലേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതും ഇച്ചിരി ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യ പണ്ട് തൊട്ടേ ക്ലബ് ഫുട്ബോളിന് എപ്പോഴും ഒരു ഡൊമിനൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പ്ലേയേഴ്സ് കൂടുതലും നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഒരു അഭിമാനം ഉണ്ടെങ്കിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഒരു ക്ലബ് ഫുട്ബോളിൽ കളിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ എത്ര തർക്കിച്ചാലും ക്ലബ് ഫുട്ബോൾ എപ്പോഴും ഇംഗത്തിന് കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫൈൽ മേക്കിങ്ങിനാണെങ്കിലും എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. അതും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് തൊട്ട് തുടങ്ങിയതാണ്. അതിൻ്റെ തുടക്കം ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ അങ്ങനെയുള്ള ക്ലബ്ബിൽ നിന്ന് ഒക്കെ തന്നെയായിരുന്നു. സോ അതെന്താണ് പെട്ടെന്ന് പറഞ്ഞു തരാം. 1905 ബ്രിട്ടീഷ് ഈ ബംഗാളിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും. ഈ പറഞ്ഞ ഈസ്റ്റ് ബംഗാളിലും മുസ്ലിം മെജോറിറ്റിയും വെസ്റ്റ് ബംഗാളിൽ ഹിന്ദു മെജോറിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1947 ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും വന്നുകൊണ്ട് തന്നെ ഒരു വലിയ മൈഗ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളിൽ നിന്ന് മില്യൺസ് ഓഫ് ഹിന്ദുസ് വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തവർ തന്നെ ആയതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു. മിഡിൽ ക്ലാസ് ഫാമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവർ തന്നെയായിരുന്നു. സോ ഈസ്റ്റ് ബംഗാളിലെ ക്ലബ്ബ് അവർക്കൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി. സെയിം ടൈമിൽ മോഹൻ ബഗാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോയേഴ്സ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ട് ഒരു കൾച്ചറൽ വാറും ഈ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ഫാൻസിന് ഇടയ്ക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫുട്ബോളിനെ ബാധിക്കുന്നതെന്നല്ലേ, ഇവരൊരു കൾച്ചറലി വാർ അല്ലെങ്കിൽ ഇവർക്കൊരു ഇമോഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ പണ്ട് തൊട്ടേ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു. കാരണം ഫണ്ട് ചെയ്യാൻ അന്ന് ആൾക്കാരുണ്ടായിരുന്നു. സെയിം ടൈം AFF അന്നും ഇന്നത്തെ പോലെ തന്നെ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല. ഇത് ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 1981 അന്ന് നാഷണൽ
നാഷണൽ ഗെയിംസിനുണ്ട് AFF മോഹൻ ബഗാനെയും ഈസ്റ്റ് ബംഗാളിലെയും പ്ലേയേഴ്സിനെ എന്ന് വെച്ചാൽ നാഷണൽ ടീമിലേക്ക് ഇത് വിളിച്ചപ്പോൾ അവർ പലരും വരുന്നില്ല അല്ലെങ്കിൽ ബോയ്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വരത്തില്ല എന്ന് പറഞ്ഞ്. റീസൺ എന്താണ്? കാരണം AFFന്റെ കയ്യിൽ ഫണ്ടില്ല. നമ്മൾ ഈസ്റ്റ് ബംഗാളിലോ മോഹൻ ബഗാനിലോ കളിക്കുവാണെങ്കിൽ അവർ ഫണ്ട് തരും, അത് ഫാമിലിക്കും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളും വേണ്ടി അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻകം വെച്ച്. സെയിം ടൈം AFFന് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കളിക്കില്ല, ഞങ്ങൾ ക്ലബ് ഫുട്ബോൾ കളിച്ചു വരാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഷറിൽ വന്ന AFF അന്നത്തെ കാലത്ത് 2000 തൊട്ട് 4000 രൂപ വരെ അവർക്ക് കൊടുത്തിട്ടായിരുന്നു ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ക്ലബ് ഫുട്ബോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു നാഷണൽ ഫുട്ബോളിനെ ബാധിക്കുന്നുണ്ട്. വേണേ ഇതിന് കോട്ട് ചെയ്ത കാര്യം പറയാൻ സാധിക്കും. അർമണ്ട സാഡിക്കു തന്റെ ടീമിലെ നാഷണൽ ഫുട്ബോളേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലേയേഴ്സിനോട് യങ് പ്ലേയേഴ്സിനോടൊക്കെ പറയായിരുന്നു, ഡു സംതിങ് ടു ഇംപ്രസ് ദ കോച്ച് എന്ന് വെച്ചാൽ ഈ മണോലോ മാർക്കസ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും, അങ്ങനെ നാഷണൽ ടീമിൽ കയറാലെന്നുള്ളത്. എന്നാൽ പ്ലേയേഴ്സിന് ആർക്കും ആ ഒരു ഫയർ കണ്ടില്ല എന്ന് അർമണ്ട സാഡിക്കു കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതിൻ്റെ റെഫറൻസ് ആയിട്ട് കേട്ടാൻ സാധിക്കും. എന്ന് വെച്ചാൽ ക്ലബ് ഫുട്ബോൾ അന്നും ഇന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ മാത്രമല്ല, നമ്മൾ IPL കാര്യം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പല പ്ലേയേഴ്സും ഇത്ര കോൺഫിഡൻസിലൂടെ IPL കളിക്കാൻ വരുന്നത് നാഷണൽ ടീമിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ക്ലബ് ക്രിക്കറ്റിൽ നിന്ന് നല്ലപോലെ കളിച്ചെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി സെറ്റിലാകും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അതൊരിക്കലും ചീത്തക്കാരായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതിന് ഒരു കാര്യം പറയട്ടെ, ഈ ക്രിക്കറ്റ് ശരിക്കും ഫുട്ബോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ലെറ്റ്സ് ഒന്ന് ഷോർട്ടായി ഡിസ്കസ് ചെയ്യാം. 1983 ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഇമോഷണലി അറ്റാച്ച് ആയിട്ടും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ 1983 വേൾഡ് കപ്പ് ഇന്ത്യ കളിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ടീംസ് ഇന്ന് കളിയാക്കും, എല്ലാം നേടിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അന്ന് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ത്യ 1983 വേൾഡ് കപ്പ് ജയിച്ചോടെ ഇന്ത്യയെ തന്നെ ഒരു ക്രേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് വരാൻ തുടങ്ങി, അങ്ങനെ പല പല മൊമെന്റ്സും നടന്നിട്ടുണ്ടായിരുന്നു. 1993 നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിൽ നിന്ന് ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെൽസൺ മണ്ടേല തിരിച്ചു വന്നതിന് ശേഷം അവർ ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നു. സോ ആ ഒരു ടൈമിൽ നമുക്കറിയാം ബ്രോഡ്കാസ്റ്റേഴ്സ് ഇന്ത്യയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ഫീ ആയിട്ട് എത്ര വേണം എന്നുള്ളത്. ബട്ട് അത് ഇന്ത്യയിലെ മാനേജേഴ്സിന് ആർക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. $40,000 വെച്ച് പെർ മാച്ച് ബ്രോഡ്കാസ്റ്റ് റൈറ്റ് ആയിട്ട് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ട് സീരീസിന് അത് $60,000 ആയിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിന്റെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റ് ക്രേസ് അന്നോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2007, 2004 സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പബ്ലിക്കിൽ ആരോട് ചോദിച്ചാലും ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു സ്റ്റാർട്ടിംഗ് 11 മേജർ പ്ലേയേഴ്സ് മേജർ മൂവ്മെന്റ്സ് ഒക്കെ പറയാൻ സാധിക്കുമായിരുന്നു. കാരണം TV അന്ന് പ്രൊഡക്ഷൻ തുടങ്ങി, എല്ലാവരുടെ വീട്ടിൽ TV ഉണ്ട്, ക്രിക്കറ്റ് എല്ലാവരും 24 അവർ കാണുന്നുണ്ടായിരുന്നു. സെയിം ടൈം ഫുട്ബോൾ അവിടെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ആയിപ്പോയി, ഒന്നും പറ്റാതായി പോയിട്ടുണ്ടായിരുന്നു. അതിലൊരിക്കലും ക്രിക്കറ്റിന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുട്ബോളിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും അവർ അന്ന് ചെയ്തില്ല. എന്ന് വെച്ചാൽ വെക്കേണ്ട പല സ്റ്റെപ്സും ഫുട്ബോൾ അന്നൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് കുറ്റവും AFFന്റെ തലയിൽ തന്നെ വെക്കണം. കാരണം AFF അന്ന് 1960 അല്ലെങ്കിൽ 1980s നല്ലൊരു തീരുമാനം, അല്ലെങ്കിൽ 1990s നല്ലൊരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇതിന്റെ കണക്കൂടെ വേണേൽ ഞാൻ പറഞ്ഞുതരാം. 2024 BCCIയുടെ പ്രോഫിറ്റ് എന്നുള്ളത് 6600 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ICC ഈവൻസും ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എല്ലാം കൂടെ കൂട്ടി. സെയിം നമ്മൾ AFFന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും 25 കോടി മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കിട്ടിക്കുന്ന 25 കോടി തന്നെ 5 കോടി ഫിഫ പ്രോഗ്രാമിൽ നിന്ന് 3 കോടി AFF ലിങ്ക് ചെയ്ത് അങ്ങനത്തെ പരിപാടി കിട്ടിയിട്ടുള്ളതായിരുന്നു. നോട്ട് ദ പോയിന്റ്. സെയിം ടൈം നമ്മൾ വേറെ രാജ്യങ്ങൾ നോക്കുക. 1983 സൗത്ത് കൊറിയ ലീഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ അവിടെ റെലഗേഷനും പ്രൊമോഷനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോഷൻ റെലഗേഷൻ പ്രോസസ്സ് കൂടെ എല്ലാം പോകുന്നു. ടീം അത്രത്തോളം സ്റ്റേബിളും ക്വാളിറ്റി പ്ലേയേഴ്സും 1983 തൊട്ടേ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് എന്നാണ് ഒരു ഫസ്റ്റ് ലീഗ് വന്നത്, ഒരു ഡൊമസ്റ്റിക് ലീഗ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ലീഗ് എന്നൊരു സംഭവം സ്ട്രക്ചർ AFF കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നാഷണൽ ഫുട്ബോൾ ലീഗ് എന്നുള്ളത്, NFL. 1996 NFL വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അന്നും അതിന് പ്രൊമോഷനോ റെലഗേഷനോ അങ്ങനെ ഒരു പ്രോസസ്സും ഇല്ലായിരുന്നു. 2001 ഈ പ്രീമിയർ ലീഗ് എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡ് മത്സരമൊക്കെ TV ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോടെ ഫുട്ബോൾ ഫാൻസ് കൂടുതൽ അങ്ങോട്ട് അട്രാക്റ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നല്ല ലീഗും അത്രയും ക്വാളിറ്റി പ്ലേയേഴ്സും കളിക്കുമ്പോൾ എന്തുകൊണ്ട് വൈ ഷുഡ് വി വാച്ച് ഇന്ത്യൻ ഫുട്ബോൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രൂഫ് ആയിരുന്നു ഇന്ത്യയിൽ നിന്നായിരുന്നു 35% ഫാൻസ് യുണൈറ്റഡ് ഉള്ളത്. എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 100% ഫാൻസിൽ 35% ഇന്ത്യ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവരെ ക്രേസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗിന് ഇന്ത്യയെ സാധിച്ചിട്ടുണ്ടായിരുന്നു. മീൻ വൈൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ക്രേസോ ഒരു അറ്റൻഷനോ സീക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അതിനുശേഷം 2007 നമ്മുടെ NFL എന്നുള്ള സംഭവം ലീഗ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ലീഗിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഈ ലീഗിൽ ഡിവിഷൻ 1 ഡിവിഷൻ 2 റെലഗേഷൻ പ്രൊമോഷൻ പ്രോസസ്സ് ഉണ്ടെങ്കിലും
എന്തുമാത്രം ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ AFFന്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ, ദാറ്റ് വാസ് ഇന്ത്യൻ ആരോസ്. ഇന്ത്യൻ ആരോസ് ഒരു ഒറ്റ പ്രോസസ്സേ ഞാൻ നോക്കിയിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നുള്ളൂ. ബട്ട് ഇന്ത്യൻ ആരോസും നല്ല രീതിയിൽ തന്നെ അടിച്ച് പൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ ആരോസ് പൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നത്? കാരണം ഫണ്ടില്ല, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ ഫണ്ടില്ല എന്നൊരു പേരിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആരോസും പൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ആരോസിൽ നിന്ന് വന്ന എത്ര പ്ലേയേഴ്സിന് നിങ്ങൾക്കറിയാം? ഓറിപ്പാം, രാഹുൽ, ജിക്സൺ സിംഗ്, അങ്ങനെ ഇപ്പോൾ ഇന്ത്യ മേജർ ടീമിൽ കളിക്കുന്നതും ISL ലീഡ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സും ഇന്ത്യൻ യങ്സ്റ്റേഴ്സും എല്ലാവരും ഈ ഇന്ത്യൻ ആരോസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഇന്ത്യൻ ആരോസ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലും, കേരള ബ്ലാസ്റ്റേഴ്സ് വിത്ത് ഫോറിനേഴ്സ് ടീമിനെ പോലും തോൽപ്പിച്ച ടീമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ അത്രത്തോളം നല്ലൊരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ ആരോസ് ഉള്ളത്. എന്നാൽ അതും AFF നിർത്തിക്കളഞ്ഞു. വേറൊന്നും വേണ്ട, ഈ ഫണ്ടില്ല എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം തന്നെയാണ്. 2022 AFFന്റെ നെറ്റ് ലോസ് എന്നുള്ളത് 15 കോടിയായിരുന്നു. ഇച്ചിരി രാജ്യങ്ങളിൽ മാത്രമുള്ള ക്രിക്കറ്റ് മേജർലി ഇന്ത്യയിൽ ഇത്രത്തോളം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ വേൾഡിൽ മൊത്തമുള്ള ഫുട്ബോൾ ഇന്ത്യയിൽ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു. ഇറ്റ്സ് പ്യുവർ മിസ്റ്റേക്ക് ഓഫ് ബാഡ് എക്സിക്യൂഷൻ. സോ AFFന്റെ കുറ്റങ്ങൾ നിങ്ങൾ കുറെ കേട്ടു. ഇനി ഒരു നല്ല കാര്യം അല്ലെങ്കിൽ നല്ല കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ AFF ഒരു തീരുമാനം എടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. OCI പ്ലേയേഴ്സിനെ ഇന്ത്യയിലേക്ക് കളിക്കാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ബട്ട് എത്രത്തോളം അത് ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, കാരണം ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളത്. ഇനി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് കുറെ പേർക്ക് ചോദ്യമുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാലോ, അത് ശരിക്കും ഒരാവശ്യവുമില്ല. ഓക്കെ, കുറെ പേര് ഇതിനെ ഒരു എതിരഭിപ്രായം പറയുമായിരിക്കും. ഈ പറഞ്ഞ പ്ലേയേഴ്സ് ശരിക്കും അർഹതപ്പെട്ടവരല്ലേ എന്നൊരു ചോദ്യം വരും. അവർക്ക് അർഹതയുണ്ട്, സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഒറിജിനൽ രാജ്യമാണ്, എനിക്കൊന്ന് കളിക്കണം. ഓക്കെ, അവർക്ക് കളിക്കുന്നെന്ന് കുറ്റം പറയുന്നില്ല. ബട്ട് അതൊരിക്കലും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പ്രോപ്പർ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഒരു രാജ്യവും ഒന്നിലും ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഈ പറഞ്ഞ ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 6-7 വയസ്സും തൊട്ട് നമുക്കറിയാം അണ്ടർ 14, അണ്ടർ 21 വേൾഡ് കപ്പ് ഉൾപ്പെടെ ഇന്ത്യ ലീഡിങ്ങാണ്. ഇന്ത്യ അത്രത്തോളം അത്ര ഫിൽട്ടർ ചെയ്താണ് പ്ലേയേഴ്സിന് എടുക്കുന്നത്. അത്രത്തോളം കോച്ചിങ് ഫെസിലിറ്റീസും ഇന്ത്യയിലുണ്ട്. ഫുട്ബോളിന് നല്ലൊരു ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റോ കോച്ചിങ് ഫെസിലിറ്റീസോ ഇന്ത്യയിലില്ല, അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്നതിലൊക്കെ ഇന്ത്യ ഭയങ്കര പാടാണ്. സോ പ്രോപ്പർ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ഈ OCI പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. സപ്പോസ് ഒരു OCI പ്ലെയർ ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് ഇവിടെ വന്ന് കളിക്കണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? ഈ പറഞ്ഞ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഖത്തർ എന്നൊക്കെ പ്ലേയേഴ്സ് വന്ന് അവർ എന്ന് വെച്ചാൽ ഒറിജിനൽ പ്ലേയേഴ്സ് അല്ലാത്തവരൊന്ന് കളിക്കുന്നുണ്ടല്ലോ, വൈ നോട്ട് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യ എന്നുള്ളത് ബാക്കി ലോകമെല്ലാം അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു രാജ്യം തന്നെയാണ്. സോ ഇന്ത്യയുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പേഴ്സിറ്റി പ്രകാരം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോൾ OCI പ്ലേയേഴ്സിനെ അലോ ചെയ്തു, ബാക്കി രാജ്യത്തിൽ നിന്നുള്ള ഒറിജിനൽ പ്ലേയേഴ്സ് എല്ലാം ഒന്ന് കളിച്ചു എന്ന് വെക്കാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ആ പ്ലേസ് കളിച്ചെന്ന് തന്നെ വെക്കുക. BJP ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലാണ് ഇവർ വരുന്നത്. സോ മേജർലി ഇപ്പം ബാക്കി പാർട്ടീസ് ഉണ്ടല്ലോ, കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടീസ് ഉറപ്പായിട്ടും ഇതിനെതിരെ പറയും. എന്താണിത്, ബാക്കി സമ്മതിക്കാവോ അല്ലെങ്കിൽ A to Z എക്സെട്ര എന്തേലും ഒരു ഒബ്ലിഗേഷൻ വരും. ഇതിന്റെ കൂടെ തന്നെ ഈ പാർട്ടിയെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, ഇവരുടെ കമന്റ് ബോക്സിൽ പോയി തെറി വിളിക്കുക. അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ ഡൈവേഴ്സ് തന്നെയാണ്. പല റിലീജിയൻ, പല കാസ്റ്റ്, പല പൊളിറ്റിക്സും ഫോളോ ചെയ്യുന്നവരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ കുറേ പേര് ഇതിനെതിരായിട്ട് എന്തേലുമൊക്കെ പറഞ്ഞു വരും. അത് ഞാൻ എഴുതി വെച്ച് തരാം. സപ്പോസ് ഒരു പ്ലെയറിന് ഇവിടെ വന്ന് പാസ്പോർട്ട് എടുത്ത് കളിക്കണമെങ്കിൽ നിയമം എന്താണ് അത് ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയിൽ ഒരാൾക്ക് വന്ന് കളിക്കണമെങ്കിൽ അയാൾക്ക് പാസ്പോർട്ട് മാറണം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെന്ന് വെക്കുക, ഇംഗ്ലണ്ട് പാസ്പോർട്ടും ഇന്ത്യൻ പാസ്പോർട്ടും ഒരിക്കലും ഒരുമിച്ച് വെക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഡ്യുവൽ പാസ്പോർട്ട് വെക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിക്കില്ല. ഒറ്റ പാസ്പോർട്ടേ പറ്റുള്ളൂ. ഈ പറയുന്ന ബാക്കി രാജ്യങ്ങളെല്ലാം ഡ്യുവൽ പാസ്പോർട്ട് സമ്മതിക്കും. ഇനി ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12 വർഷം ഇന്ത്യയിൽ നിൽക്കണം. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു വർഷം, എന്ന് വെച്ചാൽ എനിക്കൊന്ന് 11ാമത്തെ വർഷം കണ്ടോ നമ്മൾ ഫുൾ ഇന്ത്യയിൽ നിൽക്കണം, പുറത്ത് പോകാനേ പറ്റില്ല. അങ്ങനെ ഒരു നിയമം കൂടെ ഉണ്ട്. സോ 12 വർഷം എന്ന് പറയുമ്പോൾ 1 ജനറേഷൻ ഓഫ് ഫുട്ബോളാണ്. എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ഫുട്ബോൾ കരിയർ എന്ന് പറയുന്നത് കറക്റ്റ് 12 വർഷം എന്നുള്ളതിനാണ്. എന്ന് വെച്ചാൽ 20ാമത്തെ വയസ്സിൽ വന്നാൽ 31 വയസ്സെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഫുട്ബോൾ കരിയർ എന്നുള്ളത്. സോ ഒരു പ്ലെയറും അദ്ദേഹത്തിന് കരിയർ വേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ വന്ന് കളിക്കുകയില്ല. ബിക്കോസ് ഇപ്പോൾ 22 വയസ്സ് നല്ലപോലെ കളിക്കുന്ന ഒരു ഇന്ത്യൻ ഒറിജിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഇവിടെ വന്ന് കളിക്കാതെ വെക്കുക, അദ്ദേഹത്തിന് ഒരിക്കലും വേറൊരു രാജ്യത്ത് പോയി അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ വൈ ഷുഡ് ഡി അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്യുവൽ പാസ്പോർട്ടിന് വേണ്ടി ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നത് ഡ്യുവൽ പാസ്പോർട്ട് അപ്രൂവ് ആക്കി ഇങ്ങനെ ഒന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. ബട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അത് സമ്മതിക്കില്ല. ആറാട്ട് ഉസ്മി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിലും നമ്മുടെ 80K കളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്. പുള്ളിയുടെ അമ്മ ജാപ്പനീസ് ആയിരുന്നു, അതുപോലെ അച്ഛൻ ഇന്ത്യക്കാരാണ്. പുള്ളി 2000 എന്ന് വെച്ചാൽ 2000s ഇന്ത്യയിൽ വന്ന് 2012 ഇന്ത്യൻ പാസ്പോർട്ട് നേടിയൊരു പുള്ളിയായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം കൂടെ
ഒന്ന് പറഞ്ഞു പോയേക്കാം. ഖത്തറിൽ നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ടത് വെച്ചാൽ ഖത്തർ നാഷണൽ ടീമിൽ കളിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം 5 വർഷം അവിടെ സ്പെൻഡ് ചെയ്യണം. അതുകൂടാതെ അത്ലറ്റ്സ് അല്ലെങ്കിൽ ഫുട്ബോളേഴ്സ് ആണെങ്കിൽ അവിടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ന്യൂട്രലൈസേഷന് വേണ്ടി സഹായിക്കും. സോ ഖത്തറിൽ അങ്ങനെയാണ് ഈ പറഞ്ഞ ഫോറിൻ ബോൺ പ്ലേയേഴ്സ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എളുപ്പം ശ്രീലങ്കൻ നാഷണൽ ടീമിൽ കളിക്കാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം ഓൾറെഡി ശ്രീലങ്കൻ നാഷണൽ ടീം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ഇഷ്ടം പോലെ ഓവർസീസ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ശ്രീലങ്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഫാസ്റ്റ് ട്രാക്ക് ന്യൂട്രലൈസേഷൻ ആണ് എന്ന് വെച്ചാൽ അവിടെ എല്ലാ പ്രോസസ്സും പെട്ടെന്ന് നടക്കും. അതുപോലെ ഡ്യുവൽ സിറ്റിസൺഷിപ്പും അവർ അപ്രൂവ് ചെയ്യും. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൂടാതെ അവിടെ ഹെറിറ്റേജ് എലിബിലിറ്റിയും കൂടെ നോക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രീലങ്കൻസ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന 5 വർഷം ശ്രീലങ്ക നിൽക്കണം എന്നൊരു പ്രോസസ്സ് വേണ്ട. ജസ്റ്റ് അപ്രൂവ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അവിടെ നമുക്ക് അപ്രൂവൽ കിട്ടും ഫുട്ബോൾ ഗെയിംസ് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഈ ഗ്രാസ് റൂട്ട് എന്നൊരു സംഭവം ഏറ്റവും നല്ല ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉസ്ബെക്കിസ്ഥാൻ തന്നെയായിരുന്നു. 2023 AFC Under-20 ചാമ്പ്യൻസും ഇത് ഉസ്ബെക്കിസ്ഥാൻ തന്നെയായിരുന്നു. ഏഷ്യൻ കപ്പിന്റെ Under-23 റണ്ണറപ്സ് ആയിട്ട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ മാറിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ എത്രത്തോളം പ്ലേയേഴ്സ് ഫോറിൻ ലീഗ്സ് കളിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റും അതുപോലെ അവർ ഫോളോ ചെയ്യുന്ന ലീഗ് സ്ട്രക്ചറും ഇതേ പ്രൊമോഷൻ റിലഗേഷൻ ഉള്ളത് തന്നെയാണ്. സോ ഈ പ്രൊമോഷൻ റിലഗേഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നോട് റെക്കമെൻഡേഷൻ ചോദിച്ചാൽ ഞാൻ ഇത്ര പറയത്തുള്ളൂ. ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും 3-4 ഡിവിഷൻ തരമുള്ള ലീഗ് വേണം. അത്രത്തോളം ലീഗും ഫിൽട്രേഷനും ഉണ്ടേ നല്ല പ്ലേയേഴ്സിനെ കിട്ടുകയുള്ളൂ. അതുപോലെ മേജർ ലീഗ്സ് ആയ ഈ പറയുന്ന ഐ ലീഗിലും ISLലും പ്രൊമോഷൻ റിലഗേഷൻ വേണം. അതുപോലെ ഫാൻസ് ഡിമാൻഡിങ്ങും ആയിരിക്കണം. ഈ പറയുന്ന നാഷണൽ ഫുട്ബോൾ ഗെയിംസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തോറ്റായിരുന്നു. ഏറ്റവും നാണം കെട്ട തോൽവിയായിരുന്നു നമ്മൾ അഫ്ഗാനിസ്ഥാനെതിരെ തോറ്റിട്ടുണ്ടായിരുന്ന. ഒരു പ്ലെയറിന്റെ കാലിൽ പോലും 2 മിനിറ്റ് ബോൾ ഹോൾഡ് ചെയ്യാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. മീൻ വൈൽ അഫ്ഗാനിസ്ഥാന്റെ അന്നത്തെ സ്റ്റാർട്ടിലുള്ള പല പ്ലേയേഴ്സും ക്ലബ്ബ് ഫുട്ബോൾ പോലും കളിക്കാത്തവരും എന്ന് വെച്ചാൽ ക്ലബ്ബ് ഇല്ലാതിരിക്കുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. സോ അത്രത്തോളം നാണം കേട്ട തോൽവി നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ശേഷം പോലും പല പ്ലേയേഴ്സിനെ നമ്മൾ ക്രിട്ടിസൈസ് പോലും ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. ഈ ക്രിക്കറ്റ് നമ്മൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലിക്ക് ഒരു റൺ ഉണ്ടാക്കിയില്ലേ പോലും നമ്മൾ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യും. ബട്ട് ഫുട്ബോളിൽ എത്ര പ്ലേയേഴ്സിനെ എത്ര വരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫാൻസ് ഡിമാൻഡിങ് ആകാതെ ഒരിക്കലും നാഷണൽ ടീം ഡെവലപ്പ് ആകില്ല. ഫാൻസ് ഡിമാൻഡ് ചെയ്യണം, ഇത് ഞങ്ങൾക്ക് ഇത് വേണം അല്ലെങ്കിൽ ഇത് ഞങ്ങൾ കാണണം എന്നൊരു ഡിമാൻഡിങ് നടക്കാതെ ഒരിക്കലും ഫുട്ബോൾ ടീം ഡെവലപ്പ് ആകാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ മതം, ജാതി, സിവിക് സെൻസ് ഇതൊക്കെ നോക്കിയിരുന്നാൽ നമ്മൾ ഇത് നോക്കി തന്നെ ഇരുന്ന് പോകത്തുള്ളൂ. ഡെവലപ്പ് ആണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ചെയ്തപോലെ പ്രോസസ്സും അതുപോലെ ക്ലിയർ പാത്വേ എന്ന് തന്നെ നമ്മൾ പോകണം. മാർക്കസ് മെർഗുള പറഞ്ഞല്ലേ, ജപ്പാൻ ഒറ്റ ഫോക്കസിൽ പോയി അവർ കൺസിക്യൂട്ടീവ് ആയിട്ട് ഈ വർഷം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരുന്നു. മീൻ വൈൽ ഇന്ത്യ 2010 വിഷൻ, 2015 വിഷൻ, 2040 വിഷൻ, 1999 വിഷൻ, ഇങ്ങനെ വിഷൻ മാത്രം ഉണ്ടാക്കി വിടും. എൻഡ് ഓഫ് ദ ഡേ എക്സിക്യൂഷൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. എക്സിക്യൂഷൻ ദ ഫൈനൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. എക്സിക്യൂഷൻ വേണം. ഈ പറഞ്ഞ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എത്രയ്ക്ക് ഓവർസീസ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും ഇറ്റ്സ് ഓൾ എ ടെമ്പററി സൊല്യൂഷൻ. എന്തൊക്കെയാണെങ്കിലും ഒരു പ്യുവർ എക്സിക്യൂഷൻ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. സോ ഈ വീഡിയോയ്ക്ക് വേണ്ടി വേണ്ട ഒരു വലിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഏകദേശം ഇത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത കാര്യമില്ല, എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിലോ. PDF വേണേൽ റെഫർ ചെയ്യാൻ അയച്ചു തരാം വിത്ത് എന്തൊക്കെ എവിടുന്നൊക്കെയാണ് ഡീറ്റെയിൽസ് എടുത്താന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യണേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.